നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് ജാമ്യം നൽകരുതെന്ന വനംവകുപ്പിന്റെ വാദം തള്ളിയാണ് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. അന്വേഷണവുമായി സഹകരിക്കാമെന്ന് വേടൻ കോടതിയെ അറിയിച്ചു. കൊച്ചിയിൽ പിടിയിലായ പ്രമുഖ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. കഴിഞ്ഞ ദിവസമാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരുടെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദ് എന്നിവർ മറൈൻ ഡ്രൈവിന് സമീപം ഗോശ്രീ പാലത്തിനടുത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. സംവിധായകർ പ്രതിയായ കഞ്ചാവ് കേസിൽ കഞ്ചാവ് വിതരണക്കാരെ പരിചയപ്പെടുത്തിയയാളെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MF സുരേഷ്. വിൽപ്പനക്കാരനെക്കുറിച്ച് വിവരങ്ങൾ തേടും. ഫ്ളാറ്റിൽ കുറെ നാളായി ലഹരി ഉപയോഗമുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നുവെന്നും സംവിധായകൻ സമീർ താഹിറിന് നോട്ടീസ് നൽകിയെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ ഇടപെടേണ്ടത് അധികാര സ്ഥാനത്തിലുള്ളവരെന്ന് അജു വർഗീസ്. ലഹരി ആരുപയോഗിച്ചാലും അത് തെറ്റാണ്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട സംവിധായകരെ താരങ്ങൾ പിന്തുണച്ചത് അറിയില്ലെന്നും അജു വർഗീസ് പറഞ്ഞു. യു പ്രതിഭ MLAയുടെ മകൻ കനിവിനെ കേസിൽ നിന്നൊഴിവാക്കി എക്സൈസ് കുറ്റപത്രം. അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് കനിവ് ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ എക്സൈസ് നടപടി. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധനയും നടത്തിയില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ കാസർഗോഡ് പിടിയിൽ. കോഴിക്കോട് സ്വദേശി രഞ്ജിത്ത്, മടിക്കേരി സ്വദേശി സഫാദ് എന്നിവരെയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്താൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നൽകിയാണ് ഇവരുടെ വിൽപ്പന. കണ്ണൂർ പയ്യന്നൂരിൽ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. പെരുമ്പ സ്വദേശി ഷഹബാസ്, ഏടാട്ട് സ്വദേശികളായ ഷിജിനാസ്, പ്രജിത എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പയ്യന്നൂർ പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയ്ക്കിടയിലാണ് 3 പേരെയും പിടികൂടിയത്. 10 ഗ്രാമിലധികം MDMAയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ട കാറ് സംശയം തോന്നിയ പോലീസ് പരിശോധിച്ചപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. പാലക്കാട് അട്ടപ്പാടിയിൽ 103 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വരകയാർ പുഴയ്ക്ക് സമീപം എക്സൈസ് ആണ് ചെടികൾ കണ്ടെത്തിയത്. സാമ്പിൾ കഴിച്ച് ബാക്കിയുള്ള 102 കഞ്ചാവ് ചെടികൾ സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു. 150 സെന്റിമീറ്ററിലധികം ഉയരമുള്ള ചെടികളാണ് കണ്ടെത്തിയത്. ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം തിരുനക്കരയിൽ നടക്കുന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ നടപടി ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കാര്യ സമിതി യോഗങ്ങളാണ് നടന്നത്. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം ആലോചനയിലുണ്ട്. വാണിജ്യബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യൻ വ്യോമ സമുദ്രപാതകൾ അടച്ചേക്കും. ജമ്മുകശ്മീരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ്. നരേഷ, സുന്ദർബനി, അഖ്നൂർ എന്നിവിടങ്ങളിലാണ് പാക് പ്രകോപനം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി 7-അംഗ സമിതി രൂപീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അദൌല തരാർ. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. സ്ഥിതി വഷളാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവച്ച് നാവികസേന. ഒരു ദൌത്യവും അകലെയല്ല, അത്ര വിശാലത ഒരു കടലിനുമില്ല എന്ന കുറിപ്പോടെയാണ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചത്. ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു.
പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തമായിരിക്കെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ സൈബർ ആക്രമണം. സൈന്യത്തിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ പാകിസ്ഥാനി ഹാക്കർ നടത്തിയ ശ്രമം ഇന്ത്യൻ സേന തകർത്തു. ഇന്ത്യൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് IOK ഹാക്കർ എന്ന പാകിസ്ഥാൻ ഗ്രൂപ്പാണ് സൈബർ ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോൺഗ്രസ് പങ്കുവച്ച ചിത്രത്തെ തള്ളി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയും BSP നേതാവ് മായാവതിയും. പ്രധാനമന്ത്രി എവിടേക്കും മറഞ്ഞുപോയിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും ഫാറൂഖ് അബ്ദുള്ള. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട സമയമാണിതെന്നും അതിനിടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെട്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതിയും രംഗത്തെത്തി. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നേതാക്കൾക്ക് താക്കീതുമായി കോൺഗ്രസ്. എക്സ് അക്കൌണ്ടിൽ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ മലയാളിയുടെ മൃതദേഹം മലപ്പുറത്തെത്തിച്ച് സംസ്കരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. കടുപ്പു ഭദ്ര കല്ലുരുട്ടി ക്ഷേത്ര മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നത്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം കേരളത്തിലെത്തും. പ്രധാനമന്ത്രി താമസിക്കുന്ന രാജ്ഭവനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. കലുഷിത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുപോകരുതെന്ന് PMO ഓഫീസ് സർക്കാരിന് നിർദ്ദേശം നൽകി. സന്ദർശനത്തിന്റെ ഭാഗമായി സേനാ വിഭാഗങ്ങൾ കരയിലും കടലിലും സുരക്ഷ ശക്തമാക്കി. അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടത്തുമെന്ന് വീണ്ടും ഭീഷണി സന്ദേശം ലഭിച്ചു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടി കേന്ദ്ര സർക്കാർ. ഇംഗ്ലീഷ് പത്രങ്ങളിലും ചില മലയാളം പത്രങ്ങളിലും നൽകിയ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേരോ ഫോട്ടോയോ ഇല്ല. കേരള സർക്കാരിനെ കുറിച്ചും പരാമർശമില്ല. വികസിത് ഭാരതത്തിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാത്രമാണ് ഉള്ളത്. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയന് പരാതിയുണ്ടാകാനിടയില്ലെന്ന് രമേശ് ചെന്നിത്തല. CPIM-ഉം BJP-യുമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കില്ല. തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിക്കാത്തിടത്ത് പോകില്ലെന്നും സതീശൻ പ്രതികരിച്ചു. MP-യും സ്ഥലം MLA-യും പങ്കെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിഴിഞ്ഞത്തേത് കടൽ കൊള്ളയെന്ന് പറഞ്ഞവരാണ് CPM നേതാക്കളെന്നും വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ക്ഷണമുണ്ടെന്ന് സർക്കാർ. പ്രതിപക്ഷ നേതാവിന് തന്റെ ലെറ്റർ പാഡിലാണ് ക്ഷണക്കത്ത് നൽകിയതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ കരാറിന് തറക്കല്ലിട്ടു എന്നത് യാഥാർത്ഥ്യമാണെന്നും പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും വാസവൻ പറഞ്ഞു. PMO ഓഫീസ് നിർദ്ദേശിച്ചതിനാലാണ് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിച്ചു. ശാരദാ മുരളീധരൻ വിരമിച്ചതോടെ A. ജയതിലക് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റു. KSEB ചെയർമാൻ ബിജു പ്രഭാകർ, അഗ്നിരക്ഷാ സേനാ മേധാവിയും DGP-യുമായ K. പത്മകുമാർ, വനം മേധാവി ഗംഗാസിംഗ് എന്നിവരാണ് വിരമിച്ചവരിൽ പ്രമുഖർ. ഇന്ത്യയിൽ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ഇന്ന് പടിയിറങ്ങി. അവസാന ഔദ്യോഗിക ദിനത്തിൽ സഹപ്രവർത്തകരെ പ്രകീർത്തിച്ച് ഫയർഫോഴ്സ് മേധാവി K. പത്മകുമാർ. സേനയുടെ നട്ടെല്ല് മധ്യനിര ഉദ്യോഗസ്ഥരാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും സേനയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോലീസുകാർ മാറണമെന്നും പത്മകുമാർ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEO-യുമായ KM എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്റ്റേ അനുവദിച്ചത്.
IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ന് ചീഫ് സെക്രട്ടറിയായ ജയതിലകിനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിനാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. BJP മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരായ പോസ്റ്റർ വിവാദം വഴിത്തിരിവിൽ. പാർട്ടിയിലെ വിഭാഗീയതയാണ് രാജേഷിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം VV രാജേഷിനെതിരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോസ്റ്റർ പതിപ്പിച്ച BJP പ്രവർത്തകരായ 4 അംഗ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഭൂരിഭാഗം സാക്ഷികളും കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. ഏറ്റുമാനൂരിൽ അമ്മയും പെൺകുട്ടികളും ആറ്റിൽ ചാടി മരിച്ച കേസിൽ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അറസ്റ്റ്. മുത്തോലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജിസ്മോളുടെയും മക്കളായ നേഹ, നോറ എന്നിവരുടെയും മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതരാരോപണവുമായി ജിസ്മോളുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാധാകൃഷ്ണനെ വെടിവെച്ച പെരുമ്പടം സ്വദേശി സന്തോഷിനെ പോലീസ് പിടികൂടിയിരുന്നു. സന്തോഷും മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് മിനി നമ്പ്യാർ. സന്തോഷിന് തോക്ക് സംഘടിപ്പിച്ചു കൊടുത്ത സിജോ ജോസഫും പിടിയിലായി. കായംകുളത്ത് പെട്രോൾ പമ്പിൽ ഗുണ്ടാ ആക്രമണം. പമ്പിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണമുണ്ടായത്. രാത്രി 1 മണിയോടെ എത്തിയ സംഘം 50 രൂപയ്ക്ക് പെട്രോൾ ചോദിച്ചു. പെട്രോൾ അടിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു. ADM നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ സസ്പെൻഷൻ നീട്ടി ആരോഗ്യവകുപ്പ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ. സർക്കാർ ജോലിയിലിരിക്കെ പെട്രോൾ പമ്പ് തുടങ്ങാൻ ശ്രമിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. അച്ചടക്ക ലംഘനവും പെരുമാറ്റ ലംഘനവും കാണിച്ച് 6 മാസം മുൻപായിരുന്നു സസ്പെൻഷൻ. ഇതാണ് ഇപ്പോൾ 3 മാസത്തേക്ക് കൂടി നീട്ടിയത്. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. ഒട്ടേറെ വിവാദമായ ഇലന്തൂർ നരബലി കേസ്, ഗോവിന്ദചാമി പ്രതിയായ കേസ്, പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി കൊലക്കേസ് എന്നിവയിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനായിരുന്നു ആളൂർ. ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ സണ്ണി തോമസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 1993 മുതൽ 2012 വരെ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു. ഒളിമ്പിക്സ് വ്യക്തിഗത ഇനത്തിൽ അഭിനവ് ബിന്ദ്ര ഇന്ത്യയ്ക്കായി ആദ്യമായി സ്വർണം നേടുമ്പോൾ പരിശീലകനായിരുന്നു. നാളെ എറണാകുളം തേവയ്ക്കൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിലാണ് സംസ്കാരം. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷ വാക്സിൻ എടുത്തിട്ടും പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ഉയരുന്നു. കഴിഞ്ഞ മാസം കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തിയ മലപ്പുറം തിരൂർക്കാട് സ്വദേശി കാളിക്ക് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മാർച്ച് 24-ന് കാളി പേവിഷബാധയെ തുടർന്ന് മരിച്ചിരുന്നു. മലപ്പുറത്ത് 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ കുട്ടിയുടെ പിതാവ് സൽമാനുൽ ഫാരിസ്. കുട്ടിയുടെ തലയിലെ മുറിവുകൾക്ക് ആദ്യഘട്ടത്തിൽ കാര്യമായ ചികിത്സ നൽകിയില്ലെന്നും 48 മണിക്കൂറിന് ശേഷമാണ് മുറിവിന് തുന്നലിട്ടതെന്നും സൽമാനുൽ ഫാരിസ് പറഞ്ഞു. കുട്ടി ആദ്യം കൊണ്ടുപോയ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി. നഗരസഭാ സ്ഥാപനത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിന് പാലക്കാട് നഗരസഭയിൽ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രധാന റോഡിന് തിരുവനന്തപുരം നഗരസഭ RSS ആചാര്യന്റെ പേര് നൽകി. പേരുമാറ്റത്തിനായി BJP കൊണ്ടുവന്ന പ്രമേയം പാസ്സായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയിലായിരുന്നു.
തിരുവനന്തപുരം പാലോട് കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണു. ഇന്നലെ രാത്രിയിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വനത്തിൽ നിന്നാണ് കാട്ടാന എത്തിയത്. 2 മണിക്കൂറിന് ശേഷം ആന തന്നെ മണ്ണിടിച്ച് കരയ്ക്ക് കയറി. ഏറെ നേരം ക്ഷീണിച്ചു കിടന്ന ശേഷം പിന്നീട് വനത്തിലേക്ക് ആന കയറിപ്പോയി. തൃശൂർ പൂരത്തിന് കൊടിയേറി. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. സിംഹരൂപം ആലേഖനം ചെയ്ത കൊടിക്കൂറയാണ് പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉയർത്തിയത്. മെയ് 6-നാണ് പൂരം. കൊൽക്കത്തയിലുണ്ടായ തീപിടുത്തത്തിൽ 14 പേർ വെന്തു മരിച്ചു. മരിച്ചവരുടെ മൃതദേഹം കൊൽക്കത്തയിലെ വിവിധ ആശുപത്രികളിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സെൻട്രൽ കൊൽക്കത്തയിലെ ഫാൽപ്പട്ടി മച്ചുവയ്ക്ക് സമീപം ഋതുരാജ് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. റെസ്റ്റോറന്റിന്റെ അടുക്കളയിൽ നിന്ന് ആളിപ്പടർന്ന തീ സമീപത്തേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഹോട്ടലിനുള്ളിൽ തീ അണയ്ക്കാനുള്ള മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. കോൺഗ്രസ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ പൊതുവേദിയിൽ വെച്ച് അടിക്കാനോങ്ങി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബെൽഗാവിയിൽ നടന്ന റാലിയിൽ ബിജെപി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനോട് ഇവിടെ വാ, ആരാണ് SP, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും അടിക്കാനോങ്ങുന്നതും വീഡിയോയിൽ കാണാം. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. പുതിയ മാനദണ്ഡമനുസരിച്ച് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവരെ ജനറൽ ക്ലാസിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. നിലവിൽ കൌണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യാം. മെയ് 1 മുതലാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരിക. കൈലാഷ് മാനസ സരോവർ തീർത്ഥാടനം ജൂൺ 30-ന് ആരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. യാത്രയുടെ ഉത്തരവാദിത്തം കുമയോൺ മണ്ഡൽ വികാസ് നിഗത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകോപനം, സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളുടെ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനും സംസ്ഥാന സർക്കാരിനുമാണ്. ഗ്രൌണ്ട് ലോജിസ്റ്റിക്സ്, ഭക്ഷണം, താമസം, യാത്രാ ക്രമീകരണങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം KMV എന്നതിന് ആയിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കാത്ത് വിശ്വാസി ലോകം. മെയ് 7-ന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ളവരിലെ ഏറ്റവും മുതിർന്നയാൾ മാഡ്രിഡിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് ഒസോറോ സിയേറയാണ്. കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റൈൽ ചാപ്പൽ അടച്ചു. അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ ഒത്തുകൂടുന്ന ചുവന്ന വസ്ത്രധാരികളായ കർദിനാൾമാരെ സ്വാഗതം ചെയ്യാനായി സിസ്റ്റൈൽ ചാപ്പൽ ഒരുക്കുകയാണ്. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ശേഷം ബാലറ്റുകൾ കത്തിക്കുന്ന ചിമ്മിനി സ്ഥാപിക്കൽ തുടങ്ങി നിരവധി ഒരുക്കങ്ങൾ പൂർത്തിയാകാനുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 3 ദിവസത്തെ വെടിനിർത്തൽ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ യുക്രൈനിലെ ഡിനിപ്രോ പെട്രോവിസ്ക് മേഖലയിൽ റഷ്യൻ സേന കനത്ത ആക്രമണം നടത്തി. 20 ഡ്രോണുകളും 31 നിയന്ത്രിത ബോംബുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണുണ്ടായ തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. 11 വർഷം മുൻപ് റഷ്യ സ്വന്തമെന്ന് പ്രഖ്യാപിച്ച ക്രൈമിയ വിട്ടുതരാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിലെ ആക്രമണം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടായിരുന്നു ക്രൈമിയെ സംബന്ധിച്ച് ട്രംപിന്റെ പ്രഖ്യാപനം. റോമിൽ സെലൻസ്കിയുമായി ചർച്ച നടത്തിയപ്പോൾ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനായി റഷ്യയ്ക്ക് ക്രൈമിയ വിട്ടുനൽകാൻ അദ്ദേഹം തയ്യാറാണെന്ന പ്രതീതിയാണുണ്ടായതെന്നും ട്രംപ് പറഞ്ഞു. ഗാസ വെടിനിർത്തൽ ചർച്ചകൾ വിജയത്തിനടുത്തെത്തിയെന്ന് സൂചന. ആയുധം ഉപേക്ഷിക്കണമെന്ന ഇസ്രയേലിന്റെ പ്രധാന ആവശ്യം ഹമാസ് തള്ളിക്കളഞ്ഞ വിഷയമാണ് പരിഹരിക്കാനുള്ളത്. ഇസ്രയേലോ ഹമാസോ പ്രതികരിച്ചിട്ടില്ല. ചർച്ചയിൽ പുരോഗതിയുണ്ടെങ്കിലും കരാർ ധാരണയായിട്ടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി പറഞ്ഞു. യമനിൽ ആഫ്രിക്കൻ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന തടവറയിൽ US നടത്തിയ ബോംബാക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചു. 47 പേർക്ക് പരിക്കേറ്റു. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സദാ പ്രവിശ്യയിലാണ് ആക്രമണമുണ്ടായത്. യമൻ തലസ്ഥാനമായ സനായിലെ ബോംബാക്രമണത്തിൽ 18 പേരും കൊല്ലപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് 1 മാസത്തിലേറെയായി US കനത്ത വ്യോമാക്രമണമാണ് യമനിൽ നടത്തുന്നത്. ഇതുവരെ 800 തവണ ബോംബിട്ടെന്നാണ് US സൈന്യത്തിന്റെ കണക്ക്. ആകെ 250 പേർ കൊല്ലപ്പെട്ടു.
അമേരിക്കയിൽ നിന്ന് ക്യാൻസർ രോഗിയായ കുട്ടിയടങ്ങുന്ന കുടുംബത്തെ നാടുകടത്തിയതിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വിമർശനം ശക്തമാകുന്നു. അമ്മയെയും 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയുമാണ് അമേരിക്കൻ ഭരണകൂടം നാടുകടത്തിയത്. ഇതിലൊരു കുട്ടിക്ക് ഗുരുതരവും അപൂർവവുമായ ക്യാൻസറാണ്. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലുള്ള കുട്ടിയുടെ ചികിത്സയും അനിശ്ചിതാവസ്ഥയിലായി. കുഞ്ഞിന്റെ ചികിത്സകൾ നടക്കുന്നത് യുഎസിലാണ്. അമ്മയ്ക്ക് രേഖകളില്ലെങ്കിലും കുട്ടികൾ യുഎസിൽ ജനിച്ചതിനാൽ യുഎസ് പൗരത്വമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന് നേരെ പ്രതിഷേധമുയരുന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ കുടുംബത്തിനു വേണ്ടി കേസ് വാദിക്കുന്നുണ്ട്. യുഎസിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം നിർബന്ധമാക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാണിജ്യ മേഖലയിലെ സുരക്ഷയ്ക്ക് പ്രൊഫഷണൽ ഡ്രൈവർമാർ ഇംഗ്ലീഷ് അറിയേണ്ടത് സുപ്രധാനമാണെന്ന് ട്രംപ് പറഞ്ഞു. ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാലേ ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാൻ കഴിയൂ എന്നും ട്രംപ്. ഏകാധിപതി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് 80 വർഷം. 2ാം ലോക യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഹിറ്റ്ലർ ഭൂഗർഭ ബങ്കറിൽ സ്വയം വെടിവെച്ച് മരിച്ചത്. ഹിറ്റ്ലറുടെ കാമുകി ഈവ ബ്രൌണും ഒപ്പം മരിച്ചിരുന്നു. ദോഫാർ ഖരീഫ് സീസൺ ജൂൺ 21-ന് ആരംഭിക്കും. ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സയ്യിദ് മർവാൻ ബിൽ തുർക്കി അൽ സയ്യിദ് ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനിടെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ദമാം കിങ് അബ്ദുൾ അസീസ് തുറമുഖത്ത് വാഹനങ്ങളുടെ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി പ്രത്യേക ലോജിസ്റ്റിക് സോൺ സ്ഥാപിക്കാൻ സൗദി പോർട്സ് അതോറിറ്റിയും അബ്ദുൾ ലത്തീഫ് ഇല്ലീസ ഹോൾഡിംഗ് ഗ്രൂപ്പും ധാരണയിലെത്തി. 30 കോടി റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ സോണിനായുള്ള കരാറിൽ ഇരു വിഭാഗവും ഒപ്പുവച്ചു. ലോകകപ്പിനായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റേഡിയം നിർമ്മാണം തുടരുന്നു. ഖോബാറിലെ സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിലാണ് പൂർത്തിയാകുന്നത്. റിയാദിലെയും ജിദ്ദയിലെയും സ്റ്റേഡിയങ്ങൾ മാറ്റിപ്പണിയുന്ന പ്രവൃത്തികൾക്കും തുടക്കമായി. ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ 2006-ൽ ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് റെക്കോർഡ് സൗദി മറികടക്കും. ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 34ാമത് പതിപ്പിന് അടുത്ത മാസം 8-ന് തുടക്കമാകും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പുസ്തകോത്സവം മെയ് 17 വരെ നീണ്ടുനിൽക്കും. 43 രാജ്യങ്ങളിൽ നിന്നായി 552 പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കും. ഖത്തറിൽ 6 മാസത്തോളം നീണ്ടുനിന്ന ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ ഈ മാസം സമാപിക്കും. സീസൺ അവസാനിക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പിംഗ് കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിശോധന ഊർജിതമാക്കി. ക്യാമ്പിംഗ് സൈറ്റുകളിലെ ശുചിത്വം ഉറപ്പാക്കുക, പ്രാദേശിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, പരിസ്ഥിതി നിയമലംഘനങ്ങൾ പരിശോധിക്കുക എന്നിവയാണ് പരിശോധനയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ 2025-26 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഖത്തറിലെ ബർവ വില്ലേജിൽ വെച്ച് നടക്കും. മെയ് 3-ന് ശനിയാഴ്ച രാവിലെ ഖത്തർ സമയം 7:30-ന് പ്രവേശന പരീക്ഷ നടക്കുമെന്ന് ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ റക്ടർ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് അറിയിച്ചു. ഇന്ത്യയിൽ 15 ലക്ഷം വാഹനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി കിയ. ആന്ധ്രാപ്രദേശിലെ അനന്തപുരിലെ നിർമ്മാണശാലയിലാണ് കിയ മോട്ടോഴ്സ് 15 ലക്ഷം യൂണിറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കിയയുടെ MPV-യായ കാരന്റ്സിന്റെ നിർമ്മാണത്തിലൂടെയാണ് കമ്പനി മാന്ത്രിക നമ്പറിൽ എത്തിയത്. മുൻനിര സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലൊന്നായ OnePlus ഇന്ത്യൻ വിപണിയിൽ പുതിയ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ വർഷം അവസാനം വിപണിയിലെത്തുമെന്ന് കരുതുന്ന പുതിയ ഫോൺ OnePlus 13sൽ ഡിസൈൻ, പ്രകടനം, ക്യാമറ, സാങ്കേതികവിദ്യ എന്നിവയിൽ അപ്ഗ്രേഡുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി AI ഫീച്ചറുകളുമായിരിക്കും പുതിയ ഫോൺ വിപണിയിലെത്തുക. വാഷിംഗ്ടണിൽ ചരിത്രം സൃഷ്ടിച്ച ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ വീട് വിൽപ്പന. സിയാറ്റിലിൽ സ്ഥിതി ചെയ്യുന്ന ഹൺസ് പോയിന്റ് മാൻഷൻ എന്ന അത്യാഡംബര പ്രോപ്പർട്ടി 536.65 കോടി രൂപയ്ക്കാണ് ബെസോസ് കൈമാറിയത്. ബെസോസ് തന്റെ സാങ്കേതിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത പസഫിക് നോർത്ത് വെസ്റ്റിൽ നിന്നും വിട വാങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ ഭവന വിൽപ്പന. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈയെ 18 റൺസിന് പഞ്ചാബ് തകർത്തിരുന്നു. ഇന്ന് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിലെത്താൻ പഞ്ചാബിനാകും. അതേസമയം പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങിയ ചെന്നൈക്ക് നില മെച്ചപ്പെടുത്താനുള്ള പോരാട്ടമാണിത്. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം.
ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റിൻ സ്റ്റീഫനും കൈകോർക്കുന്ന ഏറ്റവും പുതിയ ചിത്രം മൂൺവാക്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ചീളപിള്ളേരുടെ ഞെരിപ്പെന്നാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന വാചകം. 100-ലധികം പുതുമുഖങ്ങളുമായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രശസ്ത പരസ്യ സംവിധായകനായ വിനോദ് എക്കെയാണ്. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ദി പ്രൊട്ടക്ടർ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്ത്. മെയ് 16-നാണ് ചിത്രത്തിന്റെ റിലീസ്. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു നിർമ്മിച്ച് GM മനു സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ഇത്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.